ഹലോ മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നിങ്ങളിപ്പം നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോഴ്സുകൾ കഴിയണം, അല്ലെങ്കിൽ എത്ര സ്റ്റെപ്സ് കഴിഞ്ഞാലാണ് നിങ്ങൾ ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ലപോലെ നമ്മൾ എന്താണ് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളുണ്ടാകും. ഒന്ന്, ഡോക്ടർ എന്ന ആ ഒരു പ്രൊഫഷനോടുള്ള ആ ഒരു ആഗ്രഹം. രണ്ടാമത്തത്, നമ്മൾക്ക് എന്തായാലും ഏൺ ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ ആയിരിക്കും മെജോറിറ്റി ആൾക്കാർ. ചില ആൾക്കാർക്ക് ഒരു സർവീസ് മൈൻഡും ഉണ്ടാകും. ഒന്നാമത്തത് ഡോക്ടേഴ്സിനെ എല്ലാവരും നോക്കിക്കാണുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടായിരിക്കും. രണ്ടാമത്തത് ഏർണിംഗ് ആയിരിക്കും. മൂന്നാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്ക് മറ്റുള്ളവരെ സേവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ ഏത് നിങ്ങളുടെ ആഗ്രഹമായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആവുമ്പോൾ എന്തൊക്കെ കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു നല്ല ഡോക്ടർ ആവാൻ പറ്റുക, ഇതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം തന്നെ +2 അല്ലേ, +1 +2 കംപ്ലീറ്റ് ചെയ്യണം. +1 +2 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ നീറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നീറ്റ് UG ഉണ്ട്, നീറ്റ് PG ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ +1 +2 കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നീറ്റ് UG ആണ്. +1 +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ആയിട്ടുള്ള നീറ്റ് UG ആണ്. അപ്പോൾ ആഫ്റ്റർ +2 നിങ്ങൾ എന്ത് എഴുതുന്നു, ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ നല്ലപോലെ പഠിച്ച് നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ തന്നെ കിട്ടുന്നു. അങ്ങനെ നിങ്ങൾ MBBSന് പഠിക്കാൻ പോകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, +2 കംപ്ലീറ്റ് ചെയ്തു, നീറ്റ് എൻട്രൻസ് എഴുതി. ഇത് UG ആണ് കേട്ടോ, UG ഉണ്ട്, PG ഉണ്ട്. അപ്പോൾ നമ്മളിത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, MBBS എടുക്കുന്നു. അപ്പോൾ MBBSൻ്റെ ഫുൾ ഫോം അറിയാത്തവർ എല്ലാവരും അറിഞ്ഞിരിക്കണം. ബാച്ചിലർ ഓഫ് മെഡിസിൻ, ബാച്ചിലർ ഓഫ് സർജറി, അതാണ് നമ്മൾ MBBS എന്ന് പറയുന്നത്. ആ ഒരു MBBS കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5.5 വർഷം എടുക്കും. അതിൽ നമ്മളുടെ ഈ ഒരു 4.5 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് കോഴ്സ് MBBS കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 4.5 വർഷം എടുക്കും. അതിനുശേഷം 1 വർഷം നമുക്ക് എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഒരു 5.5 വർഷമായിരിക്കും നിങ്ങളുടെ ഈ ഒരു MBBS കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ MBBS പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ആ ഒരു ഡിഗ്രി കിട്ടി. നിങ്ങൾക്ക് ഡോക്ടർ എന്ന് നിങ്ങളുടെ പേരിന് മുമ്പിൽ എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു MBBS കൊണ്ട് മാത്രം നമുക്ക് ഒരു നല്ല ഡോക്ടർ ആവാൻ പറ്റില്ല. അത് മാത്രമല്ല, എല്ലായിടത്തും ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലായിടത്തും MBBS ഉള്ളവരുണ്ട്. പക്ഷെ നമ്മളൊരു ഡോക്ടറെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെന്ന് തീർച്ചയായിട്ടും നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് വേണം, ഇതിൻ്റെ PG വേണം. അതാണ് നമ്മുടെ നീറ്റ് PG എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ജസ്റ്റ് ഒരു ബേസിക് കാര്യം മാത്രം. ഇത് കഴിഞ്ഞ് നിങ്ങൾ MBBS കഴിഞ്ഞാൽ PG എൻട്രൻസ് ഉണ്ട്. ഇത് എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് PG കിട്ടുക. അപ്പോൾ PG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ ആണ്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില ഡോക്ടേഴ്സ് എന്താ ഡെർമറ്റോളജിസ്റ്റ് ആണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്, ഇനി കുഞ്ഞുങ്ങളെ നോക്കുന്ന പീഡിയാട്രീഷ്യൻ ഉണ്ട്, അങ്ങനെ ഒരു എല്ല് നോക്കുന്ന ഡോക്ടർ വേറെ ഉണ്ട്, ഒഫ്താൽമോളജി ഉണ്ട് അല്ലേ, അങ്ങനെ ഒരു ഓർത്തോ ഉണ്ട്, ഓരോ വിഭാഗം ഇല്ലേ. അത് നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ PG കോഴ്സിലാണ്. അപ്പോൾ PGയിൽ തന്നെ നിങ്ങൾക്ക് MD എടുക്കാം, MS എടുക്കാം, ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അല്ല, MD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്, MS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഓഫ് സർജറി ആണ്. അല്ല, ഡോക്ടർ ഓഫ് മെഡിസിൻ അല്ല ആക്ച്വലി, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്. ആൻഡ് മറ്റേത് മാസ്റ്റർ ഓഫ് സർജറി ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, MD അല്ലെങ്കിൽ MS എടുക്കാം. അങ്ങനെ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നതാണ് PG. ഈ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് ചോയ്സുകൾ മിസ് പറയാം. PGയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പ്രാക്ടീസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ ഇട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ PG കഴിഞ്ഞാൽ ഒഫീഷ്യലി നിങ്ങൾ എന്തായി, ഡോക്ടറായി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ അടുത്ത് രോഗികളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇതൊരു 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ 5.5 വർഷം നമ്മുടെ MBBSഉം. അപ്പോൾ നമ്മുടെ MBBS എത്ര വർഷമാണ് നമ്മൾ പറഞ്ഞത്, 5.5 വർഷം. അത് കഴിഞ്ഞ് നമ്മുടെ PG എത്രയാണ്, 3 വർഷം. അങ്ങനെ ടോട്ടൽ നമ്മൾ ഒരു 8.5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഒഫീഷ്യലി ഒരു ഡോക്ടറായി. MBBS കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടറേറ്റ് കിട്ടും. പക്ഷെ എന്നാലും നമ്മൾക്ക് നല്ലപോലെ നോക്കാനൊക്കെ പറ്റണം. നമ്മളുടെ അടുത്ത് പേഷ്യൻസ് ഒക്കെ വരണമെങ്കിൽ ഒരു MD അല്ലെങ്കിൽ ഒരു MSOD വേണം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകിൽ നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യാം. അതായത് നമ്മുടെ സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ ഇട്ട്
നമുക്ക് അവിടെ രോഗികളെ നോക്കി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പാണ്. നമ്മൾ തന്നെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പം നമ്മൾ വീട്ടിൽ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് നോക്കാൻ ഇഷ്ടമില്ല, അപ്പോൾ നമുക്ക് എന്താ നമ്മൾ അവിടെ മുന്നിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമുക്കൊരു ബോർഡ് എഴുതി വെക്കാം, ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീയും വെക്കാം. ഓക്കെ, കസ്റ്റം വിസിറ്റിംഗ് അവേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ ഈ സമയത്തേ നോക്കുള്ളൂ, ഞാൻ ഈ ദിവസങ്ങളിലേ ഞാൻ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് 2 ദിവസം കല്യാണമുണ്ട്, ഞാൻ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കില്ല, ഡോക്ടർ അടുത്ത 2 ദിവസമായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫീസും വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് ചൂസ് ചെയ്യാം. ഗവൺമെൻറ് ജോബ് ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് എക്സാം ഒക്കെ എഴുതണം. അല്ലാണ്ട് ഞാൻ ഡോക്ടറാണ് എനിക്ക് ഗവൺമെൻറ് ജോബ് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തരുന്നില്ല. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല ഡിമാൻഡാണ്. ഗവൺമെൻറ് ഡോക്ടേഴ്സിന് നല്ല ഡിമാൻഡാണ്. കാരണം നല്ലപോലെ പഠിച്ച് നല്ലപോലെ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടും എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടാകും. അതുമാത്രമല്ല നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ധാരാളം പേഷ്യൻസ് വരും. അപ്പോൾ നമ്മൾ ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടാണ് ഇങ്ങനൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത് എങ്കിൽ നമുക്ക് പല തരത്തിലുള്ള രോഗികളെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണാം. അവരെ നമുക്ക് സേവിക്കാനും അവരെ സർവീസ് ചെയ്യാനും നമുക്ക് പഠിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ഒക്കെ നമുക്ക് ചെയ്ത് അങ്ങനെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. ദെൻ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ട്. ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. നമ്മൾ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇട്ട് തന്നെ ചിലപ്പോൾ അവിടെ രോഗികൾ കൂടുതൽ വരാതിരിക്കാം അല്ലേ. പക്ഷേ ഇത് ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ ഒരു സെക്യൂരിറ്റി ആണ്. പിന്നെ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് സാലറി എപ്പോഴും ഉണ്ടാകും. ഓക്കെ, നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് മറ്റ് ബെനിഫിറ്റ്സും ഉണ്ടാകും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഗവൺമെൻറ് ജോബിന്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ പണിയെടുക്കാം. അതായത് ഒത്തിരി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് നിൽക്കാം. അവിടെ തന്നെ നിങ്ങൾ നല്ലൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പേയ്മെൻറ്റ് സാലറി ഉണ്ടാകും. നിങ്ങൾ അത്രത്തോളം എക്സ്പേർട്ടാണ്, നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഒഴിവാക്കാനേ പറ്റാത്ത ഒരാളാണ്, അത്രത്തോളം നിങ്ങൾ നല്ലൊരു കഴിവുള്ള ഡോക്ടറാണെങ്കിൽ നിങ്ങൾ പറയുന്ന സാലറി നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ PG എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഗ്രഹം തീർന്നില്ല, എനിക്ക് ഇനിയും പഠിക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യാം. സൂപ്പർ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം നമ്മൾ വീണ്ടും പഠിക്കുകയാണ്. ഓക്കെ, സൂപ്പർ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ അപ്പോൾ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡായി. ചില ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭയങ്കര ഡിമാൻഡായിരിക്കും, ഭയങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നോക്കുന്ന ഡോക്ടറാണെന്നൊക്കെ പറയും. അപ്പോൾ അവർ കുറച്ചുകൂടി സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. അങ്ങനത്തെ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു കോഴ്സും കൂടെ കഴിഞ്ഞ ആൾക്കാരായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 8 വർഷം കൊണ്ട് ഡോക്ടർ ആവാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സർവീസ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതിലും മുകളിൽ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. റെഡി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു ഡോക്ടർ ആവാൻ എത്ര വർഷം ഏകദേശം എടുക്കണം, എന്തൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എന്നുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഇതേപോലത്തെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം ആദ്യത്തെ നമ്മുടെ ബേസിക് സ്റ്റെപ്പ് എന്താണ്, ഇതിൽ നമ്മുടെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NEET UG എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1 +2ൻ്റെ കൂടെ തന്നെ നമ്മുടെ നീറ്റും കൂടെ പഠിക്കാം. അത് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മളുടെ പൃഥ്വി ബാച്ച് +1-ലുണ്ട്. നിങ്ങളെ +1ൻ്റെ കൂടെ തന്നെ നിങ്ങളെ നീറ്റിനും പ്രിപ്പയർ ചെയ്യിക്കും. അതേപോലെ തന്നെ +2ൻ്റെ നിങ്ങളിനി +2 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേദ ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ SSLC സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് +1 നീറ്റ് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേദ ബാച്ച് ഉണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് നീറ്റ് കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം എഴുതി MBBSന് ഏറ്റവും നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാം. താല്പര്യമുള്ള മക്കൾക്ക് താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.